ഹലോ ഗൈസ്, ഇന്നാണെങ്കിലേ ഏട്ടൻ കടുക്ക മേടിച്ചോണ്ട് വന്നു കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇത് കിട്ടാറുണ്ടോ? നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. പുഴുങ്ങിയെടുത്താൽ മാത്രം പോരാ, പൊരിച്ചെടുക്കണേ. ചെറിയ കടുക്കയാണ് കേട്ടോ കിട്ടിയത്. ഞാനിവിടെ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്ര ഇട്ടിട്ടാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയിൽ ആദ്യം തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് കടുക്ക പൊരിക്കാൻ ഇടുന്നത്. നമ്മൾ ചെമ്മീൻ ചോറ് ഉണ്ടാക്കിയത് ഓർമ്മ ഉണ്ടോ? അതുപോലെ ഞാൻ ഇന്ന് കടുക്കച്ചോറാണ് ഇട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ കടുക്ക നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി ആ വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമുണ്ട്. ആ വെളിച്ചെണ്ണയിലോട്ട് തന്നെ കുറച്ച് സവാള നീളത്തിൽ അരിഞ്ഞത്, ചതച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും കൂടെ ഇട്ട് നല്ലോണം വാട്ടിയെടുക്കുക. വാടി വന്നതിന് ശേഷം മാത്രം പൊടികൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞപ്പൊടി ഇത്രയും കൂടെ ഇട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ വെയിറ്റ് ചെയ്യാം. അവസാനമായിട്ട് ഒരു പിടി മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പാത്രം ചെറുതായിട്ടൊന്ന് മാറ്റുന്നുണ്ട്. എനിക്ക് അരി വേവിച്ചെടുക്കാൻ ഈ പാത്രമാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നി കേട്ടോ. ഇനി എന്താ, നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടെ ഇട്ട് കൊടുക്കണേ. ഇത് എന്താവുന്നുള്ള ടെൻഷൻ എന്റെ മുഖത്തുണ്ട് കേട്ടോ. വെള്ളം വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കയമ റൈസ് ആണ് എടുത്തത്. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിന്റെ ഡബിൾ വെള്ളം എടുക്കുക. അരി ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് മൂടി വെക്കുക കേട്ടോ. പൊടിയുടെ പുറത്ത് എന്തെങ്കിലും വെയിറ്റ് വെച്ച് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ നമ്മുടെ അരി സെറ്റായി. ഇതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. അരി വെന്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. തേങ്ങയുടെ 1/4 പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഏറ്റവും മുകളിലായിട്ട് കുറച്ച് മല്ലിയില, നമ്മൾ വറുത്ത അണ്ടിപ്പരിപ്പ്, പൊരിച്ചെടുത്ത കടുക്ക എല്ലാം കൂടെ ഇട്ടാൽ നമ്മുടെ കടുക്ക ചോറ് ഇവിടെ റെഡിയായി. ഞാൻ ടെൻഷൻ അടിച്ചതൊക്കെ വെറുതെ ആയി. കിട്ടിയില്ല, ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ടാറ്റാ.